Good morning all. This is your Radha Miss. മക്കളെ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ തേർഡിൻ്റെ 7th ചാപ്റ്റർ, അതായത് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ റിവിഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നുകൊണ്ട് നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫയൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫോൾഡേഴ്സ് എന്ന ചാപ്റ്റർ തുടങ്ങിയല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഫയൽ എന്താണെന്ന് പഠിച്ചു, ഫോൾഡർ എന്താണെന്ന് പഠിച്ചു, പിന്നെ ഫയൽ നെയിമിൻ്റെ 2 പാർട്ട് പഠിച്ചു അല്ലേ? ഫയൽ നെയിമിന് എത്ര പാർട്ടാണ് ഉള്ളത്? 2 പാർട്ടുകൾ. ഏതൊക്കെയാണ്? പ്രൈമറി നെയിമും സെക്കൻഡറി നെയിമും. ഓർക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ പോർഷൻ തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റൊക്കെ എടുത്തേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Folders. At home, we keep our important papers in a folder. Similarly, computer files are also kept in a folder. മക്കളെ, നമ്മുടെ വീട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് വളരെ കെയർ ചെയ്യേണ്ട പേപ്പേഴ്സൊക്കെ നമ്മളൊരു ഫോൾഡറിലാക്കിയാണല്ലേ വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫയൽസ് എല്ലാം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഒരു ഫോൾഡറിനുള്ളിലാക്കിയാണ്. മനസ്സിലായോ എന്താണ് ഫോൾഡർ എന്ന്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റേഴ്സ് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഓരോ സെൽ ബൈ സെല്ലായിട്ട് ഒരു ഫോൾഡറിലാക്കി വെക്കും. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയുടെ ഒക്കെ ഒരു ഫോൾഡർ കാണത്തില്ലേ? ഒരു ഫയലാക്കി അടുക്കി വെക്കുന്നത്. ഓക്കെ, അതിനാണ് ഫോൾഡർ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോൾഡർ മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ഫോൾഡർ. എന്താണ് സബ് ഫോൾഡർ? സത്യം പറഞ്ഞാൽ ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കബോർഡ് പോലെയാണ്. പക്ഷേ എന്താ സബ് ഫോൾഡർ? In computer, a folder can have another folder inside it, known as subfolder. നമുക്ക് ഒരു ഫോൾഡറിനുള്ളിൽ മറ്റൊരു ഫോൾഡർ വെക്കാം. മനസ്സിലായോ എന്താണ് പറഞ്ഞത്? നമുക്ക് ഒരു ഫോൾഡറിനുള്ളിൽ തന്നെ മറ്റൊരു ഫോൾഡർ നമുക്ക് വെക്കാം. അതിനെയാണ് നമ്മൾ സബ് ഫോൾഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ മക്കളെ? എന്തൊക്കെയാണ് പഠിച്ചത്? ഫോൾഡറും സബ് ഫോൾഡറും. നമ്മൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഫോൾഡറിൻ്റെ ഉപയോഗം എന്താണ്? ഫയൽസൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. സബ് ഫോൾഡർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണുന്നത്? ഒരു ഫോൾഡറിനുള്ളിൽ കാണുന്ന മറ്റൊരു ഫോൾഡറിനെയാണ് നമ്മൾ സബ് ഫോൾഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, to store all our personal files, we can create a personal folder. നമ്മുടെ പേഴ്സണൽ ഫയൽസ് എല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേഴ്സണൽ ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടു ഫർദർ ക്ലാസിഫൈ 2 types of files. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ഫയലിനെ രണ്ടായിട്ട്, ആ ഫയലിനെ നമ്മൾ രണ്ടായിട്ട്, ആ ഫോൾഡർ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകണം. എന്തൊക്കെയാണ്? പിക്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഏതൊക്കെയാണ്? പിക്ചർ എന്നും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചു. ഓക്കെ, ഇപ്പം നമുക്ക് വീണ്ടും നമുക്ക് 2 സബ് ഫോൾഡർ കൂടി ഇതിൻ്റെ താഴെ നമുക്ക് നിർമ്മിക്കാം. അതായത് ആദ്യത്തെ ഫോൾഡർ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? പിക്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനെ രണ്ടായി തിരിക്കാം. എന്തൊക്കെയാണ്? 2 സബ് ഫോൾഡേഴ്സ് അണ്ടർ ദിസ് പേഴ്സണൽ ഫോൾഡർ ആസ് മൈ പിക്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുകയാണ്. മൈ പിക്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഇതാ നോക്കിയാൽ മക്കളെ, പേഴ്സണൽ ഫോൾഡറിൻ്റെ സബ് ഫോൾഡറായിട്ടാണ് മൈ പിക്ചേഴ്സും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും വന്നിരിക്കുന്നത്. കണ്ടോ? ഫോൾഡർ ഏതാണെന്ന് മനസ്സിലായോ? സബ് ഫോൾഡർ ഏതാണെന്ന് മനസ്സിലായോ? ഏതാണ് ഫോൾഡർ ഇവിടെ? യെസ്, പേഴ്സണൽ ഫോൾഡർ. പിന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു അല്ലേ? മൈ പിക്ചേഴ്സും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമ്മൾ ആനിമൽ പിക്ചേഴ്സിൻ്റെ ഒരു ഫോൾഡർ എടുക്കാൻ പോയാണ്. എന്നിട്ട് നമ്മൾ 2 സബ് ഫോൾഡറായിട്ട് തിരിച്ചു. ഓക്കെ, നമ്മൾ ആനിമൽ പിക്ചേഴ്സ് എടുത്തു.
The subfolders within this folder can be of wild animals and pet animals. എന്താ wild animals? രണ്ട് പേര് പറഞ്ഞേ wild animalsൻ്റെ. കാട്ടിൽ താമസിക്കുന്ന ആനിമൽസ് ആണല്ലേ വൈൽഡ് ആനിമൽസ്. ഏതൊക്കെയാ? ടൈഗറും ലയനൊക്കെ. ഓക്കെ. പെറ്റ് ആനിമൽസ് എന്താ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അല്ലേ? ഏതൊക്കെയാ? ക്യാറ്റും ഡോഗും കൗവും ഒക്കെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് നോക്കിയേ, ഇവിടെ ആനിമൽസിനെ രണ്ട് സബ് ഫോൾഡറാക്കി തിരിച്ചിരിക്കുക. ഏതൊക്കെയാ? വൈൽഡ് ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ്. ഈസി ടോപ്പിക്കാണ് കേട്ടോ. ഇനിയൊരു ഈസി ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണെന്നറിയാമോ? ഡിലീറ്റ്. മക്കൾ കേട്ടിട്ടുണ്ടല്ലോ ഡിലീറ്റ് ചെയ്യുക എന്ന്. എന്താ ഡിലീറ്റ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നല്ലേ. സോ ഫോർ ഡിലീറ്റിംഗ് ആൻ അൺവാണ്ടഡ് ഫയൽ ഓർ എ ഫോൾഡർ വി ഫോളോ ദി സ്റ്റെപ്സ് ഗിവൺ ബിലോ. ഓക്കെ മക്കളെ, നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റൈറ്റ് ക്ലിക്ക് ഓൺ എ ഫയൽ ഓർ എ ഫോൾഡർ ടു ബി ഡിലീറ്റഡ്. നമുക്ക് ഏത് ഫയലാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടത്, നമ്മളവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഫ്രം ദി പോപ്പപ്പ് മെനു സെലക്ട് ഡിലീറ്റ് ഓപ്ഷൻ. എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പോപ്പപ്പ് മെനു വരും, അതിൽ നിന്ന് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇത് നോക്കി, കണ്ടോ മക്കളെ? കണ്ടോ താഴത്തുനിന്ന് മൂന്നാമത്തത്? ഡിലീറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴോ എ മെസ്സേജ് ബോക്സ് അപ്പിയേഴ്സ് ആസ്കിങ് ഫോർ മൂവിങ് ദ ഡോക്യുമെൻറ്റ് ടു ദി റീസൈക്കിൾ ബിൻ. എന്താണ് ചോദിക്കുന്നത്? ഒരു മെസ്സേജ് വരും പെട്ടെന്ന് തന്നെ. എന്താ മെസ്സേജിലുള്ളത്? മൂവിങ് ദ ഡോക്യുമെൻറ്റ് ടു ദി റീസൈക്കിൾ ബിൻ. ഇതിനെ ഞാൻ റീസൈക്കിൾ ബിന്നിലേക്ക് മാറ്റിക്കോട്ടെ. നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ, എന്തോ ഈ റീസൈക്കിൾ ബിൻ? അത് ഉടനെ തന്നെ ഇപ്പം പറയാം കേട്ടോ. അപ്പോൾ റീസൈക്കിൾ ബിന്നിലോട്ട് ഇട്ടോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ് കൊടുക്കണം, അല്ലെങ്കിലോ നോ എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നിയ ഒരു കാര്യമാണ്, എന്താണ് റീസൈക്കിൾ ബിൻ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽ റീസൈക്കിൾ ബിന്നിൽ ഇട്ടാനുള്ള ഗുണം എന്താണെന്നല്ലേ? അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഡിലീറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏതാണോ ആവശ്യമില്ലാത്ത ഫയൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി അല്ലേ? എന്നിട്ട് നമുക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ എന്താ ചോദിക്കേണ്ടത്? ഈ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജ് റീസൈക്കിൾ ബിന്നിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന്. നമുക്ക് വേണമെന്നാണെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ. ദേ മക്കളെ, ഇതാണ് കൺഫർമേഷൻ മെസ്സേജ്. കണ്ടോ? ആർ യു ഷുവർ യു വാണ്ട് ടു മൂവ് ദിസ് ഫയൽ ടു ദി റീസൈക്കിൾ ബിൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നമ്മൾ സാധാരണ യെസ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം റീസൈക്കിൾ ബിൻ എന്നാൽ എന്താണ് നമുക്ക് പഠിക്കണ്ടേ? റീസൈക്കിൾ ബിൻ ഈസ് സിമിലർ ടു എ ഡസ്റ്റ്ബിൻ. റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഡസ്റ്റ്ബിൻ പോലെ തന്നെയാണ് അല്ലേ? ഓൾ ദി ഫയൽസ് വിച്ച് ആർ ഡിലീറ്റഡ് ആർ പുട്ട് ഇൻസൈഡ് ദി റീസൈക്കിൾ ബിൻ. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലൊക്കെ എവിടെയാണ് പോകുന്നത്? റീസൈക്കിൾ ബിന്നിലോട്ടാണ് പോകുന്നത്. ഓക്കെ. we can get back the files from the recycle bin folder. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് റീസൈക്കിൾ ബിന്നിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. മനസ്സിലായോ? അതായത് നമ്മൾ ഏതെങ്കിലും കാരണത്താൽ ഒരു ഫയൽ, അല്ലെങ്കിൽ അബദ്ധവശാലും തന്നെ കൂട്ടിക്കും, ഒരു ഫയൽ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർത്തു, അയ്യോ നമുക്ക് ആ ഫയൽ വേണമായിരുന്നു എന്ന്. അപ്പോൾ എവിടെ കാണാം ആ ഫയൽ? റീസൈക്കിൾ ബിന്നിൽ കാണും. ഓക്കെ. But once the recycle bin is emptied and cleared of files, these files are deleted permanently from the computer. Such files cannot be recovered. എന്താ മക്കളൊരു പ്രശ്നം എന്താ? ഒരിക്കൽ നമ്മുടെ റീസൈക്കിൾ ബിന്ന് എംപ്റ്റി ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം നേരത്തെ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഡിലീറ്റ് കൊടുത്താൽ ഫയൽസ് റീസൈക്കിൾ ബിന്നിൽ വന്ന് കിടക്കും. പക്ഷേ റീസൈക്കിൾ ബിന്നിനെ നമ്മൾ ക്ലിയർ ചെയ്താലോ പിന്നെ നമുക്ക് ആ ഫയൽസ് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി എങ്ങനെയാണ്
നമ്മുടെ റീസൈക്കിൾ ബിന്ന് എം ടി ആക്കുന്നത് നോക്കാം. To empty the recycle bin, right click on the recycle bin icon and then left click on empty recycle bin option. എന്താ ചെയ്യേണ്ടത്? ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം? ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ദി എംപ്റ്റി റീസൈക്കിൾ ബിൻ. അതായത് നമ്മുടെ റീസൈക്കിൾ ബിന്നിൻ്റെ അവിടെ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വരും. അതിൽ നിന്ന് എംപ്റ്റി റീസൈക്കിൾ ബിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ടു ബ്രിങ് ബാക്ക് എ ഫയൽ, റൈറ്റ് ക്ലിക്ക് ഓൺ ദി ഫയൽ വിച്ച് ഈസ് ഇൻ ദ റീസൈക്കിൾ ബിൻ ആൻഡ് ദെൻ ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ദി റീസ്റ്റോർ. നമുക്ക് റീസൈക്കിൾ ബിന്നിൽ ഇട്ട ഒരു ഫയൽ തിരിച്ചെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എവിടുന്ന്? നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ നിന്ന്. അതിനുശേഷം അതിനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്യാം. ഓക്കെ, ദ ഫയൽ വിൽ ബി പ്ലേസ്ഡ് ബാക്ക് ടു ദി ഒറിജിനൽ ലൊക്കേഷൻ. അപ്പോൾ പഴയതുപോലെ തന്നെ നമുക്ക് ഫയൽ കിട്ടും. മക്കളെ, നമ്മുടെ ചാപ്റ്റർ തീർന്നു കേട്ടോ. വളരെ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? വളരെ ചെറിയ കാര്യങ്ങളെ ഇതിൽ പഠിച്ചുള്ളൂ. മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ഫയൽ എക്സ്പ്ലോറർ എന്താണ്, അതെങ്ങനെ ഓപ്പൺ ചെയ്യാം, ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾഡേഴ്സ് എന്താണ്, ഡിലീറ്റ് ചെയ്യാനുള്ള വേ എന്താണ്, എന്താണ് റീസൈക്കിൾ ബിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എക്സസൈസ് പോർഷനും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ഈ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ മക്കൾ മാർക്ക് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? ലെറ്റ്സ് ഡു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഈസ് fill in the blanks. A. Deleted files are put into dash. ഏതൊക്കെ ഓപ്ഷൻസ്? ഫോൾഡേഴ്സ് ഉണ്ട്, റീസൈക്കിൾ ബിൻ ഉണ്ട്. ഏതാ? എസ്, റീസൈക്കിൾ ബിൻ. ഓക്കെ. ബി. Once the recycle bin is emptied, files are deleted dash. ഓപ്ഷൻസ് ഏതൊക്കെയാണ് മക്കളെ? പെർമനൻ്റ്ലി ഉണ്ട്, ടെമ്പററി ഉണ്ട്. എങ്ങനെയാ? നമ്മൾ ഒരിക്കൽ റീസൈക്കിൾ ബിന്ന് എം ടി ആയി കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് അത് ഡിലീറ്റ് ആയി പോകും അല്ലേ? അപ്പോൾ ആൻസർ എന്തുവാ? പെർമനൻ്റ്ലി. സി. ഫയൽ എക്സ്പ്ലോറർ dash is a software that allows us to view and organize our files. ഏതാ ആൻസർ? ഫയൽ എക്സ്പ്ലോറർ. ഡി. റൈറ്റ് പെയിൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് പെയിൻ. ഏതാ ആൻസർ? ഡീറ്റെയിൽസ്. അതായത് റൈറ്റ് പെയിനെ നമ്മൾ വിളിക്കുന്നത് ഡീറ്റെയിൽസ് പെയിൻ എന്നാണ്. ഓക്കെ. ഇ. ഡാഷ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഏതാ? ഫയൽസ്. ഫയൽസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. മക്കൾ ഇപ്പോൾ തന്നെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് കോപ്പി ചെയ്ത് എല്ലാവരും ടെക്സ്റ്റിലേക്ക് കോപ്പി ചെയ്ത് മക്കളെ. അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാരണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ നോട്ടിൽ തരുന്നുണ്ട് കേട്ടോ, നോട്ട്സിൽ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫയൽ ആൻഡ് എ ഫോൾഡർ? ഇതും മക്കൾ ടെക്സ്റ്റിൽ നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഫയൽസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഫോൾഡേഴ്സ് എന്തുവാ? ഫോൾഡേഴ്സ് ആക്ട് ആസ് containers where files and other folders can be stored. ഓക്കെ, അപ്പോൾ ഇത് മക്കൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കോപ്പി ചെയ്യണം. ഇനി തേർഡിന് തന്നെ ബി ക്വസ്റ്റ്യൻ എന്താ? given below are some of the files and folders. Arrange them under the proper folder structure and then place the files under proper folders. കണ്ടോ, ഒത്തിരി ഫയൽസും ഫോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഏതൊക്കെയാ? മാത്തമാറ്റിക്സ് കൊടുത്തിട്ടുണ്ട്, ക്ലൈമറ്റ് കൊടുത്തിട്ടുണ്ട്, സംസ് കൊടുത്തിട്ടുണ്ട്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കൺട്രി, സയൻസ്, ജിയോമെട്രി, ഡിസീസ്, ജിയോഗ്രഫിക്, എൻവയോൺമെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമൻ ബോഡി, വാട്ടർ സൈക്കിൾ, സബ്ജക്ട്സ്. അപ്പോൾ നമുക്ക് നോക്കിയേ ഇതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഫോൾഡർ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന നോക്കിയേ ഏതൊക്കെയാ? മാത്തമാറ്റിക്സ്, സയൻസ്, ജിയോഗ്രഫി, സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ് മാത്തമാറ്റിക്സും സയൻസും ജിയോഗ്രഫിക്കും അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ തിരിക്കാം. നോക്കിയേ ആൻസർ നോക്കിയേ, കണ്ടോ? സബ്ജക്ട്സ് എന്നൊരു ഫോൾഡർ, അതിൻ്റെ താഴെ മാത്തമാറ്റിക്സ് എന്നും സയൻസ് എന്നും ജിയോഗ്രഫി എന്ന് പറയുന്ന ഫോൾഡേഴ്സ്.
അതിൻ്റെ താഴെയാണ് ഓരോന്നും വരുന്നത്. കണ്ടോ, മാത്തമാറ്റിക്സിൻ്റെ താഴെ സമ്മും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ജിയോമെട്രി എന്ന് വന്നു. സയൻസിൻ്റെ താഴെ ഡിസീസസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമൻ ബോഡി, വാട്ടർ സൈക്കിൾ വന്നു. ജിയോഗ്രഫിയുടെ താഴെ എന്താ വന്നത്, ക്ലൈമറ്റും എൻവയോൺമെൻറ്റും വന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഗിവൺ ബിലോ ആർ സം ഫയൽ നെയിംസ്, റൈറ്റ് ഡൗൺ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി നെയിം ഇൻ ദ ഗിവൺ കോളംസ്. മക്കളെ ഇവിടെ ഒരു ഫയൽ നെയിം, കുറച്ച് ഫയൽ നെയിംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിനെ പ്രൈമറി നെയിമായിട്ടും സെക്കൻഡറി നെയിമായിട്ടും രണ്ട് കോളത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഫയൽ നെയിമിൽ രണ്ട് പാർട്ടുണ്ടല്ലേ, ഡോട്ടിന് മുമ്പുള്ളതും പിന്നെ ശേഷവും ഉള്ളു അല്ലേ. ആ ഡോട്ടിനെ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി നെയിം. ഓക്കെ, ഡോട്ടിന് ശേഷമുള്ള റൈറ്റ് സൈഡിൽ കിടക്കുന്നതിനാണ് സെക്കൻഡറി നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെന്ന് പറഞ്ഞേ ഏതൊക്കെയാണ്? ഇതാണ് ആൻസർ. കണ്ടോ, പ്രൈമറി നെയിമിൽ വരുന്നത് ബട്ടർഫ്ലൈ, ആ ഡോട്ടുള്ള ഭാഗമാണ് സെക്കൻഡറി നെയിമിലോട്ട് വരുന്നത്. ക്ലിയർ ആയോ? എല്ലാവരും ടെക്സ്റ്റിലോട്ട് ഇത് കോപ്പി ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനെ വിളിച്ച് ചോദിക്കണം കേട്ടോ. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.